വിജയ് സംഗീത തൃഷ ഇൻസിഡൻറ്റ് എന്തോന്നൊക്കെയാണ് ഇപ്പം വിജയ് സംഗീത തൃഷ ഇൻസിഡൻറ്റ് നടക്കുന്ന കാര്യങ്ങളൊക്കെ. വിജയുടെ വൈഫായ സംഗീത എന്ന് പറയുന്ന വ്യക്തി വിജയ്ക്കെതിരെ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്ത കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതിൽ ഏറ്റവും മർമ്മപ്രധാനമെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് തൃഷയുമുള്ള വിജയുടെ അടുപ്പം. ഈ ഒരു അടുപ്പത്തിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ, എന്തെങ്കിലും സത്യസന്ധമായൊരവസ്ഥയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പലർക്കും പല രീതിക്കുള്ള ഒരു ചിന്താഗതിയായിരിക്കാം. പക്ഷേ ഇന്ന് വരെ അതൊരു തെളിയിക്കപ്പെടാത്തൊരു സംഭവമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നേ വരെ ആർക്കും തെളിയിക്കാൻ വേണ്ടി പറ്റിയിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് സംഗീത വിജയ് എന്ന് പറയുന്ന വിജയുടെ വൈഫ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഇൻസർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? ആദ്യം നമുക്ക് സംഗീത എന്താണ് പറഞ്ഞുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. 2021 തൊട്ട് ഈ പറയുന്ന നായിക എന്ന് പറഞ്ഞാൽ അഭ്യൂഹങ്ങൾ പറഞ്ഞ തൃഷ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തൃഷ തന്നെ എടുക്കാം. തൃഷയുമായിട്ടൊരു ബന്ധമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ശാരീരികമായ ബന്ധങ്ങൾ പോലും നടന്നു എന്നൊക്കെയാണ് റിപ്പോർട്ടിൽ പറയപ്പെടുന്ന ആ ഒരു കേസിൻ്റെ ഓരോ കാര്യങ്ങളിൽ പറയപ്പെടുന്നത്. ഇനി അതിന്ന് നിർത്താം, നാളെ നിർത്തുന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിക്ക് വിജയ് ഓരോ വാക്ക് പറയും, പക്ഷേ അത് നടക്കുന്നില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഉള്ള ഒരു സംഭവങ്ങൾ കുടുംബ പ്രശ്നങ്ങൾക്ക് വഴിതിരിക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ മാറി പോകുന്നു. ഇനി നിലവിൽ വിജയ് എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ തമിഴക വെട്രി കഴകം എന്നൊരു പാർട്ടിയുടെ സ്ഥാപകനും മെയിനായിട്ടുള്ള ഒരു ലീഡറും കൂടെയാണ്. അപ്പോൾ ഈ ഒരു മേഖല നിൽക്കുന്നൊരു വ്യക്തി തൃഷ ഒരു അടുപ്പം കാണിക്കുമെങ്കിൽ അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാലഘട്ടത്തിലെ MGR ജയലളിത ഒരു കോംബോ ഇല്ലേ, ആ ഒരു കോംബോ ആയിട്ട് വേണം ഇതിന് നമ്മൾ കണക്കാക്കപ്പെടേണ്ട. MGRൻ്റെ കൂടെ നിന്നാണ് ജയലളിത ഒരു സ്ഥാനം സ്ഥാപിക്കുകയും ഒരു സ്വതന്ത്ര ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന രീതിക്ക് ആയിപ്പെട്ടത്. ഇനി ആ ലേബലിൽ തൻ്റെ കരിയറൊന്ന് അവതരിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം വെച്ച് തൃഷ ആ ഒരു ഗതിയിൽ വിജയമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയതാണോ എന്ന് കൂടെ ഒരു ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നിലവിലിപ്പം ഇവർ തമ്മിലൊരു പ്രണയമാണോ അല്ലെങ്കിൽ ഒരു മറ്റ് അടുപ്പത്തിലാണെന്ന കാര്യം പറയുകയാണെങ്കിൽ അഭ്യൂഹങ്ങൾ വെച്ചാണെങ്കിൽ നമുക്ക് കാണുന്നതിനെ പറയണം, പക്ഷേ തെളിവ് ഇല്ലതാനും. പക്ഷേ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സംശയിക്കപ്പെടാവുന്ന രീതിയിൽ പലയിടങ്ങളിൽ വെച്ച് ഇവരെ കണ്ടുമുട്ടിയതും പുറത്തു വന്ന കുറേ സ്റ്റില്ലുകളും കാര്യങ്ങളും കൂടെ എടുത്തു കഴിഞ്ഞാൽ മേ ബി ഒരു അഫെയർ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി സംഗീതയെ കൊണ്ട് എതിർ ആയിട്ട് നിൽക്കുന്ന ആളായ MK സ്റ്റാലിൻ കളിച്ചതുമായിരിക്കാം എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം കിട്ടേണ്ട ഒരു ക്ലാരിറ്റി, ഇതിലെന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ പറയപ്പെടുന്ന അഭ്യൂഹങ്ങൾ ശരിയാണോ എന്നുള്ളതാണ്. ഇന്നേ വരെ ക്ലാരിറ്റി കിട്ടില്ല. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതെ ഒരു സംഭവം സംഗീതയ്ക്കും മുന്നോട്ട് വയ്ക്കേണ്ട. ആകെ കൺഫ്യൂഷനാണ് ഈ ഒരു കാരണത്തിൽ, എന്താണ് ശരി എന്താണ് തെറ്റെന്ന്. പക്ഷേ ഇത്തരം ഒരു സംഭവം ഉണ്ടെങ്കിൽ മാത്രം ജയലളിതയെ പോലെ നാളെ അറിയപ്പെടുന്നൊരു വ്യക്തിത്വം തൃഷയും വിജയ് ഒരു ഉയർന്ന നേതാവുകയും ചെയ്യും. ഇപ്പോഴേ തമിഴ്നാട്ടിലെ ജനങ്ങൾ പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫോ ഇഷ്യൂസോ എന്തായിരുന്നാലും തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നല്ലത് പ്രവർത്തിച്ചാൽ അത് തന്നെയിൽ നമുക്ക് വേണ്ടതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വിഷയങ്ങൾ ഫാമിലിയുമായിട്ടൊന്നും പബ്ലിക് ഇടപെടേണ്ട എന്നാണ് തമിഴ്നാട്ടിലെ ആൾക്കാർ പറയുന്നത്. എന്നാലും നിരന്തരം അദ്ദേഹത്തെ വേട്ടയാടുന്ന വ്യക്തിത്വങ്ങൾ അത് വിട്ടുപിടിക്കാൻ തയ്യാറുമല്ല. ആ ഒരു കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു പൊരുളെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ് തൃഷ ഒരു ബന്ധമുണ്ടെങ്കിൽ നെക്സ്റ്റ് ജയലളിത ടൈപ്പിലേക്ക് തൃഷ മാറുന്നതായിരിക്കാം. ഒരു രാഷ്ട്രീയ പ്രവേശനം തൃഷയ്ക്ക് ചിലപ്പോൾ ആവശ്യമായിട്ട് വന്നേക്കാം, എന്ത് വേണമെങ്കിലും നടക്കാം. മറിച്ച് ഇതിൻ്റെ പിന്നിൽ സ്റ്റാലിനാണ് കളിച്ചതെങ്കിൽ സംഗീതയ്ക്ക് അടുത്ത ഒരു ദ്രാവിഡ മുന്നേറ്റ കക്ഷി പാർട്ടിയിലേക്ക് ഒരു സ്ഥാനം സ്റ്റാലിൻ കൊടുക്കുമായിരിക്കാം. എന്തോ ഫാമിലി ബന്ധങ്ങളുള്ളതെന്നൊക്കെയാണ് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞത്. ഈ ഇടയ്ക്ക് ഒരു MK സ്റ്റാലിൻ്റെ ഒരു സഹോദരൻ്റെ മരണത്തിൽ സംഗീത പോയി പങ്കെടുത്ത ഒരു സ്റ്റില്ലൊക്കെ ഞാൻ ഇപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെയുള്ളൊരു റിലേഷൻഷിപ്പ് അവർ തമ്മിൽ ഉണ്ടായിരിക്കും. കുടുംബ ബന്ധം, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു വന്ന
തൃഷയ്ക്ക് ഒരു പങ്കുണ്ടെങ്കിൽ തൃഷയുടെ നെക്സ്റ്റ് ടാർഗറ്റ് ഒരു ജയലളിത ഇമേജിൽ അറിയപ്പെടുക എന്നുള്ളത് തന്നെയായിരിക്കും. ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ കണ്ടറിയാം. രാഷ്ട്രീയ പ്രവർത്തകനായ വിജയയുടെ ലൈഫിലേക്ക് കയറി വന്നിട്ട് ഇനി കളിക്കാൻ വേണ്ടി പോണ തൃഷയുടെ കളികളായിരിക്കാം. നോക്കാം ഇനി ഒരു MGR ജയലളിത ഉണ്ടാകുമോ ഇല്ലെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം. ഇത്രയുള്ളൂ പറയാനായിട്ട്.